നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്തേ. രാത്രി കഴിഞ്ഞ അർദ്ധരാത്രി പശ്ചിമ ബംഗാളിൻ്റെ കൊൽക്കത്തയിൽ നിന്നും ഒരു സുപ്രധാന കോൾ വരുന്നു. ഇവിടെ നമ്മുടെ PV അൻവറിന്, തൃണമൂലിൻ്റെ നേതാവാണല്ലോ, ഒരു അത്യാവശ്യമായിട്ട് ഒരു പാർട്ടി ആസ്ഥാനം വേണം. കേരളത്തിലാകുമ്പോൾ പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ട് അല്ലേ? അവിടെ ഇടതു മുന്നണി തകർന്നു കഴിഞ്ഞു, LDF CPM തകർന്നു കഴിഞ്ഞു. അൻവർ ഇടതുമുന്നണിയുടെ ശക്തനായ കില്ലറാണ്, മുന്നണിക്കെതിരായി നിൽക്കുന്ന ശക്തനായ ഒരു കില്ലർ. അപ്പോൾ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ജെയിൻ കില്ലർ. അപ്പോൾ ഒരു പാർട്ടി ആസ്ഥാനം പശ്ചിമ ബംഗാളിൽ നിന്നും മാറ്റി കേരളത്തിലേക്ക് അയക്കുവാൻ എന്ന് ആലോചിക്കുകയാണ് എന്ന് മമത. കാരണം മമതയുടെ അടപടലം ഇളവി അടിവേര് ഇളക്കി തൂത്തുവാരി വച്ചയ്ക്കുകയാണ് അല്ലേ? അതെ, അത്തരം കടുത്ത രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, കയ്യാങ്കളി കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചു. സർക്കാർ അതിനകത്ത് എന്ത് ചെയ്യാനാ? ആ ഒരു പോലീസ് കേസ് കൊടുത്തു, കേസൊക്കെ നടക്കുന്നുണ്ട്, കോടതിയിൽ ഇനി വിധി വരാനുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ പറയാൻ. ഇത് ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഈ മമതയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആസ്ഥാനം പുതുക്കി പണിയുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു വാടക കെട്ടിടത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായോ എന്ന് സംശയമുണ്ട്. എന്തായാലും കുറേ നാളുകളായിട്ട് അവർ വാടക കെട്ടിടത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്, തൃണമൂലിൻ്റെ ആസ്ഥാനം. അവിടെ അതുപോലെ തന്നെ മമത അധികാരത്തിൽ ഇരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഇനിയിപ്പോൾ ആരും സിമെന്റും കമ്പിയും കല്ലും ഒന്നും ചോദിച്ചാൽ കൊടുക്കൂല. 900 കോടി രൂപ അസറ്റുണ്ട്. ആ അസറ്റ് ഇപ്പം മരവിപ്പിച്ചിരിക്കുകയല്ലേ കോടതി. അത് ട്രഷറർ തന്നെ കത്ത് കൊടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിക്കും ഒക്കെ കത്ത് കൊടുത്ത് മരവിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കാശ് വേണമെങ്കിൽ തൃണമൂൽ സ്റ്റുഡൻസ് സംഘടന ഉണ്ടല്ലോ, വിദ്യാർത്ഥി സംഘടന, എല്ലാ പാർട്ടി ഓഫീസിനകത്തും നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് മുഴുവനും പിടിച്ചു, ചെതലരിച്ചു, കുറെ ചെതലരിച്ചു. അഡ്മിഷൻ ഇങ്ങനെ കോളേജിൽ അഡ്മിഷനൊക്കെ ഇതുവരെ കഴിഞ്ഞ 15 വർഷമായിട്ട് ബംഗാളിലെ സർക്കാർ കോളേജുകളിലെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പലിനും സ്റ്റാഫിനും എങ്ങനെ വിദ്യാർത്ഥികളെ അവിടെ പ്രവേശിപ്പിക്കണമെന്ന് ഒരു ധാരണയുമില്ലായിരുന്നു. കാരണം അപേക്ഷകൾ വരുന്നു, കൈകാര്യം ചെയ്യുന്നു, അവരങ്ങോട്ട് എടുക്കും, അബ്സോർബ് ചെയ്യുന്നു. അവര് ഫീസും ഒക്കെ വാങ്ങുന്ന അവരാണ്. അപ്പൊ അതെല്ലാം നിന്നു. ഇനി അതൊന്നും ഇനി നടക്കൂല. ഇപ്പൊ ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ, ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആസ്ഥാനം ഒഴിയണമെന്ന് കാണിച്ച് ഈ കെട്ടിട ഉടമ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. ഇത്ര അഹങ്കാരം മമതയോട്. മമത ഇയാൾ ഈ വാടകയ്ക്ക് കൊടുത്തിരുന്ന ആൾ ഒരു തൃണമൂൽ അനുഭാവിയൊക്കെ ആയിരുന്നിരിക്കണം, ഭയപ്പെട്ടായിരിക്കും. അപ്പോൾ പക്ഷേ ഈ ഒരു വാടക കൊടുത്തിട്ടാണോ, കാശ് കൊടുത്തിട്ടാണോ അവിടെ വാടകയ്ക്ക് തുടരുന്നത് എന്നൊന്നും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഉടമ നോട്ടീസ് കൊടുത്തു. തൃണമൂലിൻ്റെ മമതയാണല്ലോ ചെയർപേഴ്സൺ. തൃണമൂലിന്റെ പരമാത്മാവും ജീവാത്മാവും മമതയാണ്. വാടക കെട്ടിടമായതുകൊണ്ട് മമതയും കൂട്ടരും മാത്രമേ ഉള്ളൂ. മമതയ്ക്ക് നോട്ടീസ് കൊടുത്തു ഒഴിയണം. അങ്ങനെ നോട്ടീസിന്റെ പുറത്ത് നടപടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രി ഈ തൃണമൂലിലെ വിമത വിഭാഗം ഉണ്ടല്ലോ, അല്ല ഇപ്പോൾ എവരാണ് ഔദ്യോഗികം ശരിക്കും എണ്ണത്തിൽ കൂടുതൽ നിയമസഭയിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. കോടതിയിൽ നിന്ന് വിധി വന്നാലേ നമുക്ക് അങ്ങനെ പറയാം. സഭാനാഥൻ, സ്പീക്കർ ഒക്കെ ശരിയാണ്, അംഗീകാരം കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് വിധി വന്നോട്ടെ. അപ്പം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഔദ്യോഗികമായ അവർക്ക് ചിഹ്നവും ഈ ബാങ്ക് അക്കൗണ്ടും എല്ലാം അവരുടെ കയ്യിലേക്ക് അധികാര കൈമാറ്റം നടക്കുകയുള്ളൂ. അപ്പം അതുവരെ മമതയാണ് അതിൻ്റെ ചെയർപേഴ്സൺ. ഈ വിമത വിഭാഗം, ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം നേരെ വന്ന ആസ്ഥാനത്തേക്ക് അങ്ങ് കയറി. ഈ വാടകക്കാരൻ 2 കൈയും നീട്ടി അവരെ സ്വീകരിച്ചു. മമതയ്ക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്ന വാടകക്കാരൻ ഈ വിമത വിഭാഗത്തെ, ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം, ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? ഒരു കാലത്ത് മമതയുടെ ഇടവും വലവും നിന്ന ആധികായന്മാരായ നേതാക്കൾ, സന്ദീപ് സെൻ സാഹു, പിന്നെ ഗുലാം റബ്ബാനി, പിന്നെ ഹക്കീം, കല്യാൺ ബാനർജി, പ്രസൂൺ ബാനർജി. കല്യാൺ ബാനർജി വന്നില്ല. പ്രസൂൺ ബാനർജി, ജാവേദ് ഖാൻ. ഈ 5 പഞ്ചപാണ്ഡവന്മാർ എന്ന് പറയാം മമതയുടെ. 5 നേതാക്കളും ഈ ഋതബ്രത ബാനർജിയുടെ ഒപ്പം നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ
കൊൽക്കട്ടയിലെ പത്രപ്രവർത്തകരൊക്കെ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഇത്ര ഉറച്ച് ഒരു നിലപാടുമായിട്ട് അവർ മുന്നോട്ട് വരുമെന്ന് കരുതില്ല. എല്ലാവർക്കും അറിയാം മമത പിളർന്നു, തൃണമൂല് പിളർന്നു, മമത ഒന്നും അല്ലാതായി എന്നൊക്കെ അറിയാം. എന്നാലും ഈ നേതാക്കൾ നമ്മൾ പറയില്ലേ, എങ്കിലും അത് വേണ്ടായിരുന്നു, അത്രയ്ക്ക് അങ്ങോട്ട് പണിയുണ്ടായിരുന്നു. ഒന്നും അല്ലെങ്കിൽ നിങ്ങളെ ചെയർപേഴ്സൺ ആയിരുന്നതല്ലേ. അതായത് വീട്ടു സാധനം എടുക്കാൻ പോലും സാധിക്കാതെ സാധനം പോട്ടെ, ഒരു മൊട്ട സൂചി അവിടുന്ന് എടുക്കാൻ വാടകക്കാരി ഇറങ്ങിക്കൊടുത്തു, അവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ള കയ്യിലൊന്നുമില്ലാതെ പുതിയ ആൾക്കാർ. സത്യത്തിൽ അവിടെ ഇപ്പോ ബംഗാളിൽ ഈ BJP സർക്കാർ, സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്. പക്ഷെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അയക്കും, ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ലേ. കേസൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ടല്ലോ, കോടതി പോയിട്ടുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും. ഇനി ഈ കാര്യത്തിൽ നേരത്തെ രാജേഷ് ജി പറഞ്ഞതുപോലെ 80 MLA-മാരാണ് മമതയ്ക്കൊപ്പം നിൽക്കുന്നത് ഉണ്ടായിരുന്നത്. തൃണമൂല് ജയിച്ചു വന്നത് 80 MLA. അതിൽ 60 പേരും മമതയെ വിട്ടുപോയി. 20 പേരാണ് മമതയ്ക്കൊപ്പം നിൽക്കുന്നത്. MP-മാർ എത്രയുണ്ടായിരുന്നു? 29 പേരെന്തോ ഉണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. 28 MP-മാരിൽ 20 പേരും 19 പേരും BJP-ക്കൊപ്പം പോയി. അതായത് അവർ പുതിയൊരു പാർട്ടിയിലേക്ക് ചേക്കേറി. എന്നിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും അടക്കം അവർ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുന്നു. അവർ NDA-യെ പിന്തുണയ്ക്കുന്നു. അതായത് അവർ ഭരണപക്ഷത്താണ് എന്ന് വ്യക്തം. തീർച്ചയായിട്ടും സായ്നി ഘോഷ് വരെ പോയി. സായ്നി ഘോഷ് ഇങ്ങനെ മൈക്കുമായിട്ട് പാടി, വാനം പാടിയെ പോലെ പാടി നടക്കുകയായിരുന്നു. മമതയ്ക്ക് വേണ്ടി പാടി നടക്കുകയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ മറ്റൊരു ഇത് വന്നു. മമതയ്ക്ക് വേണ്ടി വേറുറ്റ പോരാട്ടം കാഴ്ചവെച്ചിരുന്ന മഹുവ മൈത്ര കാണിച്ച അഭ്യാസമൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും മഹുവ മൈത്ര എങ്ങനെ കഴിഞ്ഞ പാർലമെന്റ് അംഗത്വം മഹുവ മൈത്രയ്ക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതും ലോകം മുഴുവനും കണ്ടതാണ്. അവർക്ക് മാത്രം ഉപയോഗിക്കാൻ കൊടുത്ത പാർലമെൻറ്റിൻ്റെ മെയിൽ ഇടപാടുകൾ നടക്കേണ്ട ആ മെയിൽ അഡ്രസ്സിലെ പിന്നെ പാസ്വേഡ്, രഹസ്യ പാസ്വേഡ് അവരത് ഒരു വ്യാപാരിക്ക് കൊടുക്കുകയും ഒരു വലിയ വ്യവസായിക്ക് കൊടുക്കുകയും ആ വ്യവസായി അത് വെച്ച് ഓഹരി മാർക്കറ്റിൽ ചില കളികളൊക്കെ കളിച്ചു എന്ന് അയാൾ തന്നെ പറയുകയാണ്. ബോധമുണ്ടായിരുന്നില്ല. അതാണ് അത് മഹുവ മൈത്രയ്ക്ക് എപ്പോഴാണ് ബോധം ഉള്ളത്? എന്നിട്ടും ജയിച്ചു. അല്ല എങ്ങനെ മമതയുടെ കൂടെ അടിയുറച്ച് നിൽക്കുകയാണ്. ഇത്രയും വലിയ കനത്ത തോൽവി മമതയ്ക്കുണ്ടായിട്ടും പോർ വിളിച്ചുകൊണ്ട് മോദിയെ താഴെ ഇറക്കും, മോദിയെ ഞങ്ങൾ വെട്ടിനിരത്തും എന്നൊക്കെ പറഞ്ഞ് മമതയും മഹുവയും ഒക്കെ രംഗത്ത് വന്നു. ഡെറിക് ഒബ്രിയാന്റെ ഒരു വാക്ക് പോലും ഡെറിക് ഒബ്രിയാൻ മമതയുടെ കൂടെ ഉണ്ട്. ഡെറിക് ഒബ്രിയാൻ വേറൊരിടത്തും പോകാൻ കഴിയില്ല. ഇനി പോകാൻ ഒരിടമില്ല. വേണമെങ്കിൽ കോൺഗ്രസിനോടൊപ്പം. പക്ഷെ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. BJP അയാൾക്കൊരിക്കലും BJP-യിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവരൊക്കെയാണ് കേട്ടോ BJP-യുടെ ഐശ്വര്യം. ഇവരൊക്കെ BJP-ക്ക് ചെയ്തു കൊടുത്ത സഹായം ചെറുതല്ല. എന്തായാലും ഈ മഹുവ മൈത്രയും ഒക്കെ വലിയ രീതിയിൽ പോർ വിളിച്ചുകൊണ്ട് മമതയ്ക്കൊപ്പം നിന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പേ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഞെട്ടിപ്പോയി. മഹുവ മൈത്രയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും ചില വെളിപ്പെടുത്തലും ഒക്കെ കണ്ടിട്ട്. സുവേന്ദു അധികാരി എനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണ്, സുവേന്ദു അധികാരിയാണ് അന്ന് എന്നെ രക്ഷിച്ചത്, അന്ന് എൻ്റെ കൂടെ നിന്നത് എന്നൊക്കെ പറഞ്ഞ് തനിക്ക് സീറ്റ് നൽകാത്തപ്പോൾ നിന്നത് സുവേന്ദു അധികാരിയാണ്. സുവേന്ദു അധികാരി ഇല്ലായിരുന്നെങ്കിൽ മഹുവ മൈത്ര രാഷ്ട്രീയത്തിലെ കാണില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു. വലിയ കോലാഹലം അതിൻ്റെ പേരിലുണ്ടായി. പക്ഷെ അപ്പോൾ മമത ഒന്നും മിണ്ടിയില്ല കേട്ടോ. മമതയെക്കുറിച്ച് മഹുവയും ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി. മഹുവ മൈത്രയ്ക്കെതിരെ ആരോ ചീമുട്ട എറിഞ്ഞു. ജനക്കൂട്ടം ചീമുട്ട എറിഞ്ഞ് ആ മുട്ട പൊട്ടി ദേഹത്ത് അത്രയും ആ മുട്ട ഒലിച്ച ആ മഹുവ മൈത്രയുടെ ദൃശ്യം അത് സോഷ്യൽ മീഡിയയിലെമ്പാടും വൈറലായി. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ചപ്പം BJP നേതാക്കൾ പറഞ്ഞത് അവർ ഒരു നല്ല അഭിനേത്രി കൂടിയാണ് എന്നാണ്. മഹുവ മൈത്ര നല്ല പാർലമെന്റേറിയൻ മാത്രമല്ല, അവർ ഒരു നല്ല അഭിനേത്രി കൂടിയാണ്. അപ്പോൾ ഇത് അതായത് തൃണമൂലുകാർ എന്നെ ആക്രമിച്ചു,
തൃണമൂലുകാർ എന്നെ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ അധികാരമുള്ളിടത്താണല്ലോ ഈ പിന്നെ ഈ ചക്ക പഴുത്തു നിൽക്കുന്ന ചക്കയിലല്ലേ ഈച്ച വരുള്ളൂ, അല്ലാത്തടത്ത് വരില്ലല്ലോ. അതും അണ്ണാനാരെങ്കിലും തുരക്കണം, അല്ലാതെ ഈച്ചയ്ക്ക് ചക്ക തുറക്കാൻ പറ്റില്ല. ഇനി എങ്ങനെയെങ്കിലും ബി ജെ പിയിൽ അധികാരത്തിന്റെ ഭാഗമായിട്ട് ബി ജെ പിയിലോ അങ്ങനെ ആരുടെയെങ്കിലും കൂടെ കയറണം. അല്ലാതെ ഇനി തൃണമൂല് മമതയും പിടിച്ചോണ്ട് നിന്നാൽ ഈ ചീമുട്ട എറി ഏറ്റുവാങ്ങിയത് കണ്ടുപിടിച്ചത് ആരുടെ കയ്യിൽ നിന്നറിയോ? നമ്മുടെ ബാനർജിയുടെ കയ്യിൽ നിന്നും. കല്യാൺ ബാനർജി തലക്കൊരു അടി കിട്ടി, ഒരു തുണി കൊണ്ട് തട്ട് കിട്ടിയപ്പോൾ ആശൻ ബോധം കെട്ട് വീണ് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെയാണ് ഋതപ്രതയുടെ ഭാഗത്തേക്കാണ് എഴുന്നേറ്റ് അല്ലേ? പക്ഷെ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 പിളരുന്ന സമയത്ത് EMS നമ്പൂതിരിപ്പാട് താത്വികമായൊരു നിലപാടെടുത്തു. ഞാൻ രണ്ട് പക്ഷത്തേക്കും ഇല്ല, ഞാൻ നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നിന്നിട്ട് മൂപ്പരിങ്ങനെ നോക്കി ഇതിൽ ഏത് പക്ഷത്തിനാണ് കനം കൂടുതൽ, ഏതാണ് വലുത് അല്ല ഏതിനാണ് കനം കൂടുതൽ, വലുത് മാത്രമല്ല കനം കൂടുതൽ. അപ്പോൾ അന്ന് നമുക്കറിയാം ആദ്യം CPIക്കാണ് അധികാരത്തിൽ, കോൺഗ്രസുമായിട്ട് ചേർന്ന് അധികാരത്തിലൊക്കെ ഇടം കിട്ടിയത്. പക്ഷേ കുശാഗ്ര ബുദ്ധിയായ നമ്പൂതിരിപ്പാടിന് മനസ്സിലായി നമ്പൂതിരിപ്പാട് അസാമാന്യ സൂത്രശാലിയാണ് കേട്ടോ, ഇതിന് ഭാവിയില്ല, CPIക്ക് വലിയ ഭാവിയില്ല, CPI-Mന് ഭാവിയുണ്ട്. കാരണം അതിനകത്ത് ചെറുപ്പക്കാർ, തലനരച്ചവരുടെ എണ്ണം കുറവാണ്, ചെറുപ്പക്കാരാണ് അതിനകത്ത് കൂടുതലുള്ളത്. ഒരു VS-ഉം ഒരു ഗൗരിയമ്മയും ഒരു EK നയനാരും ഒക്കെ അതിനകത്ത് ഇച്ചിരി തലനരച്ചവരെന്ന് പറയാനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, EMS പതുക്കെ അങ്ങോട്ടങ്ങ് ചാഞ്ഞു, CPI-Mലേക്ക് ചാഞ്ഞു. അങ്ങനെയാണ് ആശാൻ CPI-Mൻ്റെ ഈ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിഷ്പക്ഷമായ നിലപാടെടുത്തിരുന്ന നമ്പൂതിരിപ്പാട് CPI-Mൻ്റെ താത്വിക ആചാര്യനായി മാറുന്നത് അങ്ങനെയാണ്. ഇരിക്കട്ടെ, ഞാനൊരു പഴയ കഥ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെ കല്യാൺ ബാനർജിയും അങ്ങനെയാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. മമതയുടെ കൂടെ പോകണോ ഋതബ്രതയുടെ കൂടെ പോകണോ? ഋതബ്രതയുടെ കൂടെ പോയാലുള്ളൊരു പ്രശ്നം, ഈ കല്യാൺ ബാനർജിയേക്കാൾ എത്രയോ ജൂനിയറായ ഋതബ്രതയുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കും. രാഷ്ട്രീയമല്ലേ, സ്വാഭാവികം, കഴിവുള്ളവൻ നേതാവാകും. പക്ഷെ അവിടെ ഋതബ്രതയുടെ മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കണം, അതെങ്ങനെ? അതിനൊരു മടി. അതാണ് കല്യാൺ ബാനർജിയെ ഇങ്ങനെ ചവിട്ടുന്നത്. പക്ഷെ ഇന്നലെ രാത്രിയോടെ ആ ഒരു സ്ഥാനമാറ്റത്തോടെ ഇനിയിപ്പോ മാറിയേ പറ്റും, കളം വ്യക്തമായി കാണും. ആസ്ഥാനം വളരെ കൃത്യമായിട്ട് വാടകക്കാരൻ മമതയുടെ അടുത്ത് പറഞ്ഞ് ഇറങ്ങിക്കോ, നിനക്കിനി ഇവിടെ കാര്യമൊന്നുമില്ല, ഇത് ഞാൻ തൃണമൂലിന് ഔദ്യോഗികമായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്, നീ ഇപ്പോൾ തൃണമൂലിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് ഇറങ്ങിക്കോ. ഔദ്യോഗിക തൃണമൂൽ ഇവിടെ ഉണ്ട്, ഇത് അവരിപ്പം വരും പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. അതിനു മുമ്പ് ഋതബ്രതയും നേതാക്കളും എത്തി, അവരാസ്ഥാനം കയ്യേറി മമതയെ സത്യത്തിൽ ചവിട്ടി പുറത്താക്കി. താക്കോൽ ഉടമയിൽ നിന്ന് വാങ്ങി, ഉടമയുമായിട്ട് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് കരാറൊന്നും എഴുതണ്ട, കാരണം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ ശരിക്കും അതിനകത്ത് ആസ്ഥാനത്തെത്തി അവരവിടെ ഇരിപ്പുറപ്പിച്ചു. മമത സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കൊൽക്കട്ട തെരുവിൽ അലയേണ്ട അവസ്ഥയാണ്. നോക്കൂ, എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് പോലും വലിയ വെല്ലുവിളി നടത്തിയ ആളാണ് മമത. ഇപ്പോൾ ഇതാ പിന്നെ ഈ പ്രതിപക്ഷത്തുള്ള 26 പാർട്ടികൾ 27 പാർട്ടികൾ എന്തോ ചേർന്ന് പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ട് നിവേദനം കൊടുത്തിരിക്കുകയാണ്. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ട് നിവേദനം കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സുപ്രീം കോടതിയിൽ നമുക്കൊരു ഹർജിയുമായിട്ട് പോവാം, നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് എഴുതാം. പക്ഷെ നിവേദനം കൊടുക്കുന്നത് എന്തിനാണെന്ന് ഹർജി കോടതിയിലാണെങ്കിൽ അത് ഫയലാണ്. അല്ല, ഹർജി കൊടുത്തില്ല. ഹർജിക്ക് അതായത് ബംഗാളിലടക്കം ഈ തെരഞ്ഞെടുപ്പ് നടന്ന, ബംഗാളിലും ആസാമിലും ഒക്കെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നു, അട്ടിമറി നടന്നു. ഇത് അംഗീകരിച്ചു കൊടുക്കരുത്, ഇത് ജനാധിപത്യത്തിൻ്റെ മരണമാണ്, ഇതിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞാണ് കത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം, ഈ ബംഗാളിലും ആസാമിലും മാത്രമേ അട്ടിമറി നടന്നുള്ളൂ, കേരളത്തിൽ നടന്നില്ലേ? തമിഴ്നാട്ടിൽ നടന്നില്ലേ? അപ്പോൾ ഈ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് അട്ടിമറിയിലൂടെ ആണോ? എന്താണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം? എന്താണ് ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷി? തമിഴ്നാട്ടിലും അപ്പോൾ ഈ EVM അട്ടിമറി മുതൽ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തത് മുതൽ വോട്ട് ചോരി, പിന്നെ SIR ക്രമക്കേട്,
ഇതെല്ലാം സംഭവിച്ചിട്ടില്ല. അതോ തമിഴ്നാട്ടിലും കേരളത്തിലും ഇത് സംഭവിച്ചില്ല, ആസാമിലും ബംഗാളിലും മാത്രം ഇത് സംഭവിച്ചു? ഇത് എവിടത്തെ ന്യായം? കർണാടകയിൽ ഒരു കുഴപ്പമില്ല, അവിടെ സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നിരിക്കുന്നത്. പിന്നെ തെലങ്കാനയിൽ കുഴപ്പമില്ല, ഹിമാചലിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കി ഈ എവിടെയെല്ലാം BJP ജയിക്കും, നായിഡുവാണ്, പിന്നെ പവൻ കല്യാണാണ്, അതുകൊണ്ട് കുഴപ്പമുണ്ട്. എവിടെയെല്ലാം BJP ജയിക്കുന്നു അവിടെയെല്ലാം വോട്ട് ചോരി നടക്കുന്നു. എവിടെയെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുന്നു, എവിടെയെല്ലാം ഇന്ത്യ മുന്നണി പരാജയപ്പെടുന്നു അവിടെയെല്ലാം വോട്ട് ചോരി നടക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലത്തെ ഈ ഒരു ഇതുമായിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ പിന്നെ മമതയെ സംബന്ധിച്ചിടത്തോളം ഇനി മമത കോൺഗ്രസ്സിൽ കയറാൻ ലയിക്കാൻ ഒരു പണി നോക്കി, ഉള്ള MP-മാരെയും MLA-മാരെയും. കാരണം അങ്ങനെ കോൺഗ്രസ്സിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇവരുടെ ഔദ്യോഗിക പദവി നഷ്ടപ്പെട്ടല്ലോ. തൃണമൂലിൻ്റെ ചെയർപേഴ്സൺ എന്നുള്ള പദവി നിന്ന് ഇവർ ഏതാണ്ട് പുറത്തായി. അവരല്ല, ഇനി അവർക്ക് വേറൊരു പാർട്ടി ഉണ്ടാക്കുക രക്ഷയുള്ളൂ. അപ്പോൾ അതിന് മുമ്പാണ് അവർ കോൺഗ്രസ്സിൽ ലയിക്കാൻ ആലോചിച്ചത്. പക്ഷേ സോണിയ സമ്മതിച്ചില്ല. കാരണം മമതയെ പോലൊരു ആളെ കോൺഗ്രസ്സിലേക്ക് സ്വീകരിക്കുക എന്ന് വെച്ചാൽ ആറ്റം ബോംബ് മടിയിൽ കൊണ്ട് നടക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് ആ പണി വേണ്ട എന്ന് സോണിയ തീരുമാനിച്ചു. അതുകൊണ്ട് മമതയ്ക്ക് ലയനം നടന്നില്ല. പുറത്തു നിന്നുള്ള കളിയൊക്കെ മതി, നമുക്ക് തോളി കൈയിടാം, കെട്ടിപ്പിടിക്കാം, അതിൻ്റെ അപ്പുറത്ത് ഒന്നാകുന്ന പരിപാടി വേണ്ട. പേര് ദേശീയമാണ്, ഇന്ത്യൻ നാഷണൽ തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ ആസ്ഥാനമായ ബംഗാളിൽ പോലും ഒരു പീഡിക മുറിയുടെ ഒരു മുറി പോലും അത്ര പോലും ഉള്ളൊരു സ്പേസ് ഇല്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് എടുക്കില്ല എന്ന് തീരുമാനമായി. അപ്പോൾ മമതയെ സംബന്ധിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. കാരണം തൃണമൂലിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എല്ലാം ഔദ്യോഗികമായിട്ട് ഋതപ്രതാ ബാനർജിയുടെ വിമതപക്ഷത്തിൻ്റെ കയ്യിലേക്ക് വരും. അവരാണ് യഥാർത്ഥ തൃണമൂൽ എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയൊക്കെ കാത്തിരുന്ന് കാണാം. മമത എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? മമത ഒരു വല്ലാത്ത അഹങ്കാരിയായ സ്ത്രീയാണ്, എന്തും ചെയ്യാൻ മടിക്കില്ല. അല്ല, അധികാരത്തിന്റെ ഗർവൊക്കെ പോയി, അധികാരത്തിന്റെ ഹുങ്കൊക്കെ പോയി. പക്ഷേ അവരെന്തും ചെയ്യാൻ മടിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ, അങ്ങനെ അത് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ മരുമകനെ ഓർത്ത് ചിലപ്പോൾ ഇതൊക്കെ രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമായിരിക്കും. രാജ്യം മമത ഇടഞ്ഞാൽ പിന്നെ മോദി തന്നെ പേടിച്ച് മൂത്രമൊഴിച്ചു. അതെ. അപ്പം എന്തായാലും നമുക്ക് ഋതപ്രതാ ബാനർജിക്ക് ഒരു ബിഗ് സല്യൂട്ട് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം ആ തൃണമൂല് ഓഫീസ് പിടിച്ചെടുത്ത് തൃണമൂലിൻ്റെ ആസ്ഥാനം കൈവശപ്പെടുത്തി ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ എന്ന് തെളിയിക്കാൻ ഋതപ്രതാ ബാനർജിക്ക് കഴിഞ്ഞിരിക്കും.